ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഞാൻ സൈക്കിളും കൊണ്ട് അങ്ങോട്ട് പതിയെ നടക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ എക്സാം ഏതാണ് എഴുതിയത്, പാസ്സായോ എന്നൊക്കെയുള്ള 1-2 ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ എന്ന് വെച്ചാൽ നേരത്തെ ഇറങ്ങി. എനിക്ക് 1:30ക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം 12:18 ആയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ ഞങ്ങളുടെ എക്സാമിൻ്റെ കാര്യമൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ എക്സാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇച്ചിരി ലോങ് വീഡിയോ ആയതുകൊണ്ടായിരിക്കണം ഒരുപാട് പേര് കണ്ടിട്ടില്ല. കണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സാമിൻ്റെ കാര്യങ്ങൾ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഏത് എക്സാമാണ് എഴുതിയത്, ഞാൻ എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്, അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 മെത്തേഡ്സുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. B2 ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. B1 വരെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വന്നു. B2 ഞങ്ങൾ നോർക്കയുടെ അണ്ടറിൽ വന്നതായതുകൊണ്ട് B1 വരെ നാട്ടിൽ വെച്ച് ചെയ്താൽ മതിയായിരുന്നു. B2 ഇവിടെ വന്നിട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് B2 ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്തത്. ഞങ്ങൾക്ക് ലിങ്കോഡ എന്ന് പറയുന്നൊരു ഷൂളയുടെ അണ്ടറിലായിരുന്നു ക്ലാസ്സൊക്കെ നടന്നത്. എക്സാം B2 ആൽഗമേനെ ടെൽക്കായിരുന്നു ഞാൻ എഴുതിയത്. പിന്നെ ഒരു മിനിറ്റ്, പിന്നെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എനിക്കൊന്ന് നോർക്കയിൽ വന്ന കുറേ പേർക്ക്, എനിക്ക് മാത്രമല്ല കുറേ പേർക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, കുറേ പേർക്കൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സും ആയിരുന്നു. അപ്പം ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്. കാര്യം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ അത്രയും എഫക്റ്റീവ് അല്ല ഓൺലൈൻ ക്ലാസ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടണം എന്നില്ല. ചില സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ക്ലാസ് നല്ലതുപോലെ സ്മൂത്തായിട്ട് പോകണമെന്നില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഓരോ ഓൺലൈൻ ക്ലാസ്സിന് നമുക്കൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ലെയറർ, അതായത് ടീച്ചർ ഇല്ലായിരുന്നു. ഓരോ ക്ലാസ്സും നമുക്ക് ഓരോ ടീച്ചേഴ്സായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു, രണ്ടാമത്തെ ക്ലാസ് ആയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡൗട്ട് വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത് പഠിപ്പിക്കുന്ന ടീച്ചർ വേറെ ഒരാളായതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആ രണ്ടാമത് പഠിപ്പിച്ച ആൾക്ക് മീൻസ് എന്താണ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതെന്നുള്ളത് ആ ആൾക്ക് അറിയണമെന്നില്ലായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു തരാൻ ശ്രമിക്കുമായിരുന്നു, അത് വേറൊരു കാര്യം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്ലാസ്സിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്ന ആരെങ്കിലും ഫ്രണ്ട്സിനോട് ചോദിച്ച് നമുക്ക് പഠിക്കാം. ഇത് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യൂട്ടിയും ക്ലാസ്സും എല്ലാം കൂടിയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. 2 ദിവസം ക്ലാസ്സും ബാക്കിയുള്ള ദിവസം ഡ്യൂട്ടിയുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഷീന ചേച്ചിയും ജോസ്മി ഞാനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഗ്രീഷ്മ ചേച്ചി വേറൊരു വീട്ടിലാണ്. അപ്പം ഞങ്ങൾക്ക് 4 പേർക്കുമായിരുന്നു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ B2വിൻ്റെ ക്ലാസ് എനിക്ക് തോന്നുന്നു ഏകദേശം നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലാസ്സും ഫോർബ്രൈറ്റും ഒക്കെ കഴിഞ്ഞു. ഫോർബ്രൈറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പ്രിപ്പറേഷൻ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബറിൽ കഴിഞ്ഞു. ഡിസംബർ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ എക്സാം ആയിരുന്നു. ദൈവം സഹായിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവാൻ ഇടയായി. അപ്പം ഞാൻ B1 ഗോയത്തെ എക്സാം എഴുതിയിട്ടാണ് വന്നത്. B2 ടെൽക്കാൽഗമേനെ ആയിരുന്നു എഴുതിയത്. ഞങ്ങൾക്ക് ഇവിടെ എക്സാം എന്ന് പറയുന്നത് സ്പീക്കീസി മ്യൂണിക്കിലായിരുന്നു ഞങ്ങളുടെ എക്സാം സെൻറ്റർ. അപ്പം ദൈവാനുഗ്രഹത്താൽ ഹ്യോറിനൊക്കെ നല്ലോണം തന്നെ കേൾക്കാനൊക്കെ പറ്റി. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹ്യോറിനൊന്നും നല്ലോണം അവർക്കൊന്നും അവരുടെ എക്സാം സെൻറ്ററുകളിലൊന്നും നല്ലോണം കേൾക്കാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച്
ഹെയറിനൊക്കെ ബ്രേക്കായി ഹലോ ഹെയറിനൊക്കെ നല്ലോണം കേൾക്കാൻ പറ്റിയില്ല, ബ്രേക്കായി പോയി എന്നൊക്കെ. അപ്പം ദൈവാധീനം കൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഹെയറിനൊക്കെ നല്ലോണം കേൾക്കാൻ പറ്റി. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്നുള്ളതാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ലേസനും ഹ്യോറനും എക്സ്പ്രഷനും ഒക്കെ ഒന്നിച്ച് ചെയ്യുമായിരുന്നു. കിട്ടുന്ന സമയമൊക്കെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. പിന്നെ ഷ്രൈബനാണെങ്കിൽ നമുക്ക് ഫോർബ്രൈറ്റും സൈറ്റിൽ നമുക്ക് മാന്ന് നമുക്ക് 1-2 ഷ്രൈബൻ്റെ ഒക്കെ കറക്ഷൻ തന്നു. പിന്നെ അവരുടെ മെയിൽ ID-യിലോട്ട് നമ്മൾ ഷ്രൈബനൊക്കെ എഴുതി അയക്കുമായിരുന്നു. നമുക്ക് അവർ കറക്ഷൻ തരുമായിരുന്നു. ആ കറക്ഷൻ കിട്ടിയ ലെറ്റേഴ്സ് നമ്മളൊരു ബുക്കിനകത്തോട്ട് എഴുതി വെച്ചിട്ട് പിന്നീട് എഴുതുന്ന ലെറ്റേഴ്സിൽ നമ്മൾ ആ ചെയ്തു തരുന്ന മിസ്റ്റേക്കുകൾ വരുത്താതെ കറക്റ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരുവിധമൊക്കെ ഷ്രൈബൻ ഞങ്ങൾക്ക് ശരിയായത്. പിന്നെ ലേസനും ഹ്യോറനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ മെറ്റീരിയൽ യൂട്യൂബിനകത്തുനിന്നും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഒരു ലേസൺ ചെയ്ത് കഴിയുമ്പം ഒരാൾക്കിപ്പോൾ ഒരു ശരി ഉത്തരം കിട്ടി, വേറൊരാൾക്ക് അത് തെറ്റിപ്പോയെങ്കിൽ ആ ശരിയായ ആൾ അവർക്ക് എങ്ങനെയാണ് ആ ശരിയായ ഉത്തരം കിട്ടിയതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം ആ ആൾ ചിന്തിച്ച പോലെ അടുത്ത ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കിയപ്പം ശരിയാവാനൊക്കെ തുടങ്ങി. അതും കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ നല്ലോണം അണക്കുന്നുണ്ട് കേട്ടോ. നടക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ നോക്കിക്കേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേസൺ അങ്ങനെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ പുതിയ വേർഡ് ഷാറ്റ്സ് പഠിക്കാൻ തുടങ്ങി. കുറേ വേർഡുകൾ, പുതിയ വേർഡുകൾ അതിൻ്റെ സിനോണിംസും കണ്ടുപിടിച്ച് ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചു. എഴുതി വെക്കുന്ന വാക്കുകൾ ഒന്ന് വീഡിയോ ഹോളം ചെയ്യാൻ തുടങ്ങി. പിന്നീട് വരുന്ന എക്സ്പ്രഷനകത്തൊക്കെ നമ്മൾ ആ വേർഡുകൾ, പുതിയതായിട്ട് പഠിച്ച വേർഡുകൾ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും കുറേ വാക്കുകളൊക്കെ നമ്മുടെ ഓർമ്മയിലിരിക്കാൻ തുടങ്ങി. നമ്മൾ എഴുതി വെക്കുന്ന എല്ലാ വേർഡുകളും നമുക്ക് ഓർത്തിരിക്കണമെന്നില്ല. അത് നമ്മൾ ഓർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ എഴുതി വെക്കുന്ന വേർഡുകൾ നമ്മൾ എക്സ്പ്രഷൻ ചെയ്യുമ്പം ആ വേർഡുകൾ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ നമുക്ക് എന്താണെങ്കിലും അത് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ ലേസന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ലേസൺ, ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു, നമുക്ക് ഒരു വാക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ 2 വാക്ക് മനസ്സിലായില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റക്കായി പോവാതെ ജസ്റ്റ് ആ ഫുൾ പാരഗ്രാഫ് വായിച്ച് വിടുക. അതിനകത്ത് കോണ്ടക്സ്റ്റിൽ നിന്ന് മീനിങ് എടുക്കാൻ ശ്രമിക്കുക. എന്താണ് അവർ ആ പാരഗ്രാഫിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പം ഏകദേശം നമ്മൾ ആ ഉത്തരത്തിലോട്ട് എത്തും, ശരിയായ ഉത്തരത്തിലോട്ട് എത്തും. അപ്പം അങ്ങനെയും ഞങ്ങൾ ട്രൈ ചെയ്തു. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനോണിം പഠിക്കണം എന്ന് പറഞ്ഞല്ലോ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹാബൻ എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ A1 ഏറ്റവും ഹാബൻ അല്ലെങ്കിൽ ക്രീഗൻ എന്നുള്ളൊരു വാക്ക്, അത് B1 വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ B1 ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും അത് ബെക്കോമൻ എന്നുള്ള വേർഡാവും. അല്ലെങ്കിൽ അൻഗനേമൻ, അത് B2 ലെവൽ വരുമ്പോഴത്തേക്ക് അൻഗനേമൻ അല്ലെങ്കിൽ ഇർവർബൻ എന്നുള്ള വേർഡായിട്ട് മാറും. അങ്ങനെ നമ്മൾ ഹാബൻ എന്നുള്ള വേർഡ് എടുക്കുക, അതിൻ്റെ പല സിനോണിംസ് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ, ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും മതി, നമ്മളല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് നോക്കിയാലും മതി. അപ്പോൾ പിന്നെ എന്ത് കിട്ടിയാലും വായിക്കുക. മീൻസ് ഇപ്പോൾ ഒരുപാട് നമുക്ക് വായിക്കാം, ഞാനൊന്നും അധികമൊന്നും വായിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ന്യൂസ് പേപ്പറൊക്കെ കാണുമ്പം അവിടെയുള്ള പേഷ്യൻസിനൊക്കെ ന്യൂസ് പേപ്പറൊക്കെ ഇടയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൊളീഗ്സിനോടാണെങ്കിലും പേഷ്യൻസിനോടാണെങ്കിലും നമ്മൾ സംസാരിക്കുവാണല്ലോ, ഡോയ്ഷിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതും കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഇനിയിപ്പം ഒരു ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ ഇപ്പം നിങ്ങൾക്കൊരു കുക്കിംഗ് ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളത് ഡോയ്ഷിലുള്ള കുക്കിംഗ് ചാനൽ കാണുക. അപ്പം നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും.
ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ് നിങ്ങൾ ഡോയ്ഷിലുള്ള മ്യൂസിക് കേൾക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മൂവീസ് ആണെങ്കിലും ഡോയ്ഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാണുക. പിന്നെ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ സ്പെഷ്യൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമായിരുന്നു, പറഞ്ഞല്ലോ. യൂട്യൂബിനകത്തൊക്കെ ഒരുപാട് ചാനലുകളുണ്ട്. അതിനകത്ത് ഈ ബെഞ്ചമിൻ്റെയൊക്കെ അതൊക്കെ കുറച്ച് യൂസ്ഫുള്ളാണ്. പിന്നെ സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്തുള്ള കുറേ മെറ്റീരിയൽസൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ പോഡ്കാസ്റ്റുകളൊക്കെ കാണുക. അതൊക്കെയാണ് കുറച്ചൊക്കെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ എക്സാമിൻ്റെ കാര്യം നമ്മുടെ ഗോയത്തയുടെ പോലെ അല്ല ഈ ടെൽക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് ടെൽക്കിനകത്ത് ഷ്രിഫ്ലിഷയ്ക്കകത്ത് വരുന്നത് ലേസൺ, ഹ്യോറൻ, ഷ്രൈബൻ. ഈ ലേസണിനകത്ത് തന്നെ നമുക്ക് സ്പ്രാഖ്യബൗസ്റ്റേനി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു പേപ്പർ കൂടിയുണ്ട്. അതിനകത്ത് ഗ്രാമർ ആയിരിക്കും. അപ്പം നമ്മൾ ഈ സ്പ്രാഖ്യബൗസ്റ്റേനിക്ക് മിനിമം പാസ് മാർക്ക് വേണം, ലേസണും മിനിമം പാസ് മാർക്ക് വേണം, ഷ്രിഫ്ലിഷയ്ക്ക് എല്ലാം കൂടി നമ്മൾ പാസ് മാർക്ക് വേണം. ഇപ്പോൾ ഏതെങ്കിലും നമുക്കൊന്നിന് പാസ് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ലേസനാണ് പാസ് മാർക്ക് ഇല്ല എങ്കിൽ നമുക്ക് ഷ്രിഫ്ലിഷയ്ക്ക് നമ്മൾ ഫെയിലാവും. വീണ്ടും നമ്മൾ ലേസനും ഹ്യോറിനും ഷ്രൈബിനും ഒന്നിച്ച് എഴുതണം. മുൻഡ്ലിഷ വേറെയാണ്. മുൻഡ്ലിഷ പാസ് മാർക്ക് മുൻഡ്ലിഷയ്ക്ക് മാത്രം പോവുകയാണെങ്കിൽ മുൻഡ്ലിഷ മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഷ്രിഫ്ലിഷയ്ക്കാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് മൂന്നും വീണ്ടും എഴുതിയെടുക്കേണ്ടി വരും. പക്ഷെ ഗോയത്തേക്ക് അങ്ങനല്ല, ഏതാണോ പോയത് അത് മാത്രം എഴുതിയെടുത്താൽ മതിയായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ എക്സാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം നിങ്ങളും കുറേ ലേസണിൻ്റെ മെറ്റീരിയൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറേ പുതിയ വേർഡുകൾ പഠിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ സിനോണിംസ് കണ്ടെത്തുക, പിന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ഓൾ.